ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മിസ് ശ്രുതി നബീൽ. എന്നും രാത്രി 9 മണി 9:30 ടൈമിൽ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ. ഞാനും റെയിനും നേരെ ഓഫീസിലോട്ട് പോകും. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ട് ഓഫീസിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലൊക്കെ നടന്ന് അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ ഷോപ്പിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വരാറ്. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് വരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, തീരെ വയ്യ, ചെറിയൊരു പനിക്കോളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പോൾ വരുവാണെങ്കിൽ നമുക്കിപ്പോൾ പോയിട്ട് ഫോൺ മേടിക്കാമെന്നൊക്കെ. ഞാൻ സത്യം പറഞ്ഞാലേ സ്റ്റക്കായിപ്പോയി. ഫോൺ മേടിക്കാമെന്നോ? ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പരാതി പറയായിരുന്നു, എൻ്റെ ഫോൺ ഒട്ടും ക്ലാരിറ്റി ഇല്ല, വീഡിയോസൊന്നും ഭംഗിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാറുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നീ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് 1K എങ്കിലും വ്യൂസ് ഉണ്ടാക്കും, എന്നിട്ട് നിനക്ക് ഞാൻ ഫോൺ മേടിച്ചു തരാം എന്നൊക്കെ പറയായിരുന്നു. സാധാരണ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാലൊക്കെയാണല്ലോ നമ്മൾ ആ ഒരു ഇത് പ്രതീക്ഷിക്കുക. പക്ഷെ ഇത് എനിക്ക് അറിയത്തില്ല. കാരണം അന്ന് പറയണ ദിവസം എനിക്ക് അങ്ങനെ വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒട്ടും വ്യൂസ് ഇല്ലായിരുന്നു. ഒരു 100 പേരൊക്കെ കണ്ടു. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും 90 സബ്ബൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അത് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും പോയി നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയി. അന്ന് രാത്രി അവിടെ പോയപ്പോൾ ഞങ്ങൾ ചെറിയൊരു കൺഫ്യൂഷനായി. 2 ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ പിറ്റേ ദിവസം വന്നിട്ട് നമുക്ക് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് കൺഫേം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നായിരുന്നു കേട്ടോ. പിന്നെ പോയത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് പോയത്. ഇന്നാണെങ്കിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പോകുമ്പോൾ തീരെ വെയിലും ഉണ്ടായിരുന്നില്ല, നല്ല കാറ്റും ഉണ്ടായിരുന്നു, ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പോയി. അവിടെ എത്തി നമ്മളൊരു ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോണറിൻ്റെ സെറ്റാണ് കേട്ടോ എടുത്തത്. ഹോണർ 400 ആണ്. പിന്നെ 12GB റാം ഉണ്ട്, 256 ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. പിന്നെ ബാറ്ററി വന്നിട്ട് 6K mAh ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും 4K ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ. എനിക്കങ്ങനെ ഫോണിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ലെങ്കിലും ഇതൊക്കെ ഞാൻ എഴുതി വെച്ച് പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് ഒന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് ക്യാമറ ഈ സെൽഫി പ്രാന്ത് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി ക്യാമറ ഇച്ചിരി ക്വാളിറ്റി ഉള്ളത് വേണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതെന്തായാലും നല്ല സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പൊളിക്കും. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അൺബോക്സിങ് കണ്ടില്ല, ഇങ്ങനെ പോയി അൺബോക്സിങ്. റെയിനും സമ്മതിച്ചില്ലായിരുന്നു കേട്ടോ. റെയിനും അമ്മയുടെ സൂപ്പർ ഫോണാന്ന് പറഞ്ഞിട്ട് ഇതേ ഫോൺ എടുത്ത് നോക്കലും പിന്നെ ഭയങ്കര സന്തോഷ പ്രകടനമൊക്കെയാണ്. അപ്പോഴത്തേക്കിനും കോൾ വിളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അൺബോക്സിങ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചപ്പോൾ അവൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫോണൊക്കെ ഞങ്ങൾ നോക്കി. നല്ല അടിപൊളി സെറ്റായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. 1K വ്യൂസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒന്നുമല്ല യൂട്യൂബിൽ. പക്ഷേ ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പഴയ ഫോണും പുതിയ ഫോണൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് കുറേ. അപ്പോൾ ക്യാമറ ഒക്കെ നല്ല സെറ്റാണ്, അടിപൊളിയാണ് കേട്ടോ. കുറേ ഫോട്ടോസ് എടുത്ത് അന്ന് തന്നെ. പിന്നെ റെയിനുവിന് ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഇയർപോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നേ. ഇത് ഒരു ബോട്ടിലായിരുന്നു കേട്ടോ. അത് റെയിനുവിന് കിട്ടിയ ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് റെയിനുവിനെ അങ്ങനെ പറ്റിച്ചു. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിന് അത്ര വലിയ കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് പോലും എനിക്ക് പുതിയൊരു ഫോൺ ഇതിനു വേണ്ടി മേടിച്ചെന്ന് എൻ്റെ ഭർത്താവിനെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു. ലവ് യു ഓൾ.